ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ അല്ല. ഇന്ന് ഞാൻ കണ്ടപ്പോൾ ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ബോട്ട് നിർവാണ സെനത്ത് എന്ന് പറഞ്ഞ ഒരു ഇയർബഡിൻ്റെ റിവ്യൂ ആണ്. 4000 രൂപയാണ് ഇതിൻ്റെ സ്പെഷ്യൽ ലോഞ്ച് പ്രൈസ്. അപ്പോൾ ഈ പ്രൈസിന് ഈ ഒരു ബഡ് എങ്ങനെയാണ്, വാല്യൂ ഫോർ മണിയാണോ? ഇതിപ്പം ഈ ഒരു 4000 രൂപ കൊടുത്ത് ബോട്ടിൻ്റെ ഈ ഒരു ബഡ് വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആവുമോ എന്നതാണ് നമ്മുടെ ഈ വീഡിയോ. കൂടുതൽ സമയം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്തും ചാനൽ സപ്പോർട്ട് ചെയ്യണം. നേരെ വീഡിയോയിലോട്ട്. ബോട്ട് നിർവാണ സെനീത്ത്. ഈ ഒരു നിർവാണ സീരീസ് തന്നെ അത്യാവശ്യം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇവളുടെ ബാക്കിയുള്ള എയർപോർട്ട് സീരീസുകളോ അതെല്ലാം അത്യാവശ്യം ഒരു നോർമൽ ആണെങ്കിൽ ഇവർ നിർവാണയിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ നല്ലൊരു കമ്പനിയെ കൊടുത്തിട്ട് ഇത് ട്യൂണിങ് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ലതായിരിക്കും. ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ട്യൂൺ ചെയ്തിരിക്കുന്ന ഡോൾബി ഓഡിയോ ആണ്. പിന്നെ ഇവർ ഹൈഫൈയുടെ ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഹൈഫൈ DSPയുടെയും ഒരു ഡോൾബി ഓഡിയോയുടെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ് വരുമ്പോഴത്തേന് എന്തായാലും ഓഡിയോ ക്വാളിറ്റി ടോപ്പ് ലെവലായിരിക്കും. അതിന് യാതൊരു സംശയമില്ല. അതിനൊരു കാരണവും കൂടെ ഉണ്ട്. കാരണം ഇവരുടെ സിഗ്നേച്ചർ സൗണ്ട് പൊതുവേ എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം ഭയങ്കര പഞ്ചി ബേസാണ്, വോക്കലിനൊരു പ്രാധാന്യമില്ല, പിന്നെ ട്രബിളിനൊരു അത്ര ഒരു പ്രാധാന്യമില്ലാത്ത ഒരു നോർമലായിട്ട് ഭയങ്കര ബാസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഇവരുടെ ബോട്ട് സിഗ്നേച്ചർ സൗണ്ട്. എന്നാൽ ഇവർ നേരെ വന്ന് ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പോൾ ഡിറാക്ക് ആണെങ്കിലും ഹൈഫൈ DSP ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഡോൾബി ഓഡിയോ ആണെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഇവർ ഓഡിയോ ഇത് കൊടുക്കുമ്പോഴത്തേന് പിന്നെ ആ ഒരു ബഡിൻ്റെ റേഞ്ച് അങ്ങ് മാറും. പിന്നെ ഒരു വേറെ ലെവൽ ഓഡിയോ ക്വാളിറ്റി ആയിരിക്കും. അത് ആയിരിക്കും എന്തായാലും ബോട്ട് നിർവാണ സെനീത്ത് എന്ന് പറഞ്ഞ ഈ ഒരു ബഡിൽ എന്തായാലും ഓഡിയോ ക്വാളിറ്റി അത്യാവശ്യം നല്ലതായിരിക്കും. കാരണം ഒരു വലിയ കമ്പനിയാണ് ഡോൾബി ഓഡിയോ. എന്തായാലും അവർ ചെയ്യുന്നത് അത്യാവശ്യം നല്ലത് തന്നെയായിരിക്കും. മെയിൻലി ഒരു ഓഡിയോ നമ്മൾ നോക്കുവാണെങ്കിൽ ടോപ്പ് ലെവലായിരിക്കും. പിന്നെ ഇതിനകത്തുള്ള ഫീച്ചർ 50 dBയുടെ ANC വരുന്നുണ്ട്. അതുകൊണ്ട് നോർമൽ ഒരു ANC കാട്ടിലും കുറച്ചും കൂടെയൊക്കെ ഒരു നോയിസ് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് പാട്ട് കേൾക്കാനും ഒരു നമുക്ക് അത്യാവശ്യം മൂവീസ് കാണാനൊക്കെ അത്യാവശ്യം നല്ലത് തന്നെയായിരിക്കും ഈ ഒരു ബഡ്. പിന്നെ ANC എന്ന് പറയുന്നത് ഭയങ്കര ഐസൊലേഷനും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കില്ല. 50 dB ആണ് അത്യാവശ്യം. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല രീതിക്കുള്ള ANC കിട്ടും. 50 dB എന്ന് വെച്ചാൽ അത്ര മോശമൊന്നുമല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ വെച്ച് അത്യാവശ്യം ഒരു ടോപ്പ് ANC തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓരോ ബഡിലും 3 മൈക്ക് വീതം, അങ്ങനെ 6 മൈക്ക് വരുന്നുണ്ട്. കോൾ ക്വാളിറ്റി അപ്പം എന്തായാലും അടിപൊളിയായിരിക്കും. അത്യാവശ്യം നല്ല രീതിക്കുള്ള കോൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ ഇതിൻ്റെ ഒരു സ്പെക്ക് വെച്ചിട്ടാണ് ഞാൻ കൊള്ളാമെന്ന് പറയുന്നത്. എനിക്ക് ഇത് കയ്യിൽ കിട്ടിയിട്ടില്ല, എനിക്കിത് യൂസ് ചെയ്ത് റിവ്യൂ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇവരുടെ സ്പെക്ക് വെച്ച് നോക്കുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അവർ ആഡ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് ഇത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. മെയിനായിട്ടും പിന്നെ ഇതിൻ്റെ ഡിസൈൻ, പൊതുവേ എനിക്ക് ബോട്ടിൻ്റെ ബഡുകളുടെ ഡിസൈൻ പൊതുവേ ഇഷ്ടമല്ല. കാരണം എല്ലാം ഒരേ ലെവലിലായിരിക്കും ബഡ്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ബോട്ടിൻ്റെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഡിസൈൻ കീപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് പ്രീമിയം ഡിസൈനും കാര്യങ്ങളൊക്കെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബ്ലാക്ക് ബഡിനകത്ത് സിൽവറിൻ്റെ ഒരു ഫിനിഷിങ്ങും ക്രോം ഡിസൈനിങ്ങും ഒക്കെ വന്ന് അത്യാവശ്യം നല്ല രീതിക്ക് അവർ ഡിസൈനിങ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ആ കേസിനകത്ത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ ഒരു പ്രീമിയം ലെവലിൽ, നിർവാണ സീരീസ് അല്ല ഒരു പ്രീമിയം ലെവലിലാണ് ഇറക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രീമിയം ലെവലിൽ തന്നെയാണ് ഇറക്കി. ഇതിനു മുമ്പ് ഇറക്കിയ നിർവാണ അയോണും ഏകദേശം അടിപൊളിയായിരുന്നു. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഉള്ളത് ബോട്ടിൻ്റെ അഡാപ്റ്റീവ് EQ മോഡ്സ് ഉണ്ട്. അറിയാലോ, മിമി തന്നെ ട്യൂൺ ചെയ്യുന്ന അഡാപ്റ്റീവ് EQ മോഡ്സ് ഉണ്ട്. അപ്പം അതെന്തായാലും കൊള്ളാം. അതൊക്കെ നമുക്ക് ആപ്പ് ത്രൂ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഇന്നിയർ ഡിറ്റക്ഷൻ വരുന്നുണ്ട്. ഗൂഗിൾ ഫാസ്റ്റ് പെയർ ഉണ്ട്. ഡുവൽ കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് 2 ഡിവൈസിൽ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. IPX5ൻ്റെ റേറ്റിംഗ് ആണ്. നോർമൽ നമുക്ക് എന്തായാലും അത്യാവശ്യം ജിമ്മിനും കാര്യങ്ങൾക്കൊക്കെ പോകാം. നല്ല ഹെവി റേഞ്ചിലും കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. IPX5 ആയതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ വെള്ളം വീണ് ഡാമേജ് ആയ വാറണ്ടി ക്ലെയിം കിട്ടൂല. അങ്ങനത്തെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. പിന്നെ ഗൈസ് ഇതിനകത്ത് മെയിനായിട്ടും 15 hours ഒരു പ്ലേ ടൈം വരുന്നുണ്ട്. അത് വിത്തൗട്ട് ANC ആയിരിക്കും അവർ പറയുന്നത്. ANC എല്ലാം കൂടെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 40 മണിക്കൂറൊക്കെ കിട്ടിയാലും സഫീഷ്യൻ്റ് ആണ്. നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഇവർ പറയുന്നത്. ഇതൊക്കെയാണ് ബോട്ട് നിർവാണ സെനീത്ത് എന്ന് പറയുന്ന ഈ ഒരു ബഡിനെ കുറിച്ചുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഈ ഒരു പ്രൈസ് റേഞ്ച് ഇത് കൊള്ളാമോ എന്ന് ചോദിച്ചാൽ
നല്ല ബഡ് തന്നെയാണ്. കാരണം ഡോൾബി ഓഡിയോ ഇത് ട്യൂണിംഗ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ ഇവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. 11mm ഡൈനാമിക് ഡ്രൈവറാണ്. അപ്പോൾ ബാസിന് എന്തായാലും നല്ല രീതിക്കുള്ള മുൻതൂക്കം തന്നെ കൊടുക്കും. ബോട്ടിൻ്റെ സിഗ്നേച്ചർ സൗണ്ടും ഉണ്ട്, ഡോൾബി ഓഡിയോയുടെയും കൂടെ ഒരു മിക്സ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ആപ്പ് ത്രൂ കുറേ കാര്യങ്ങൾ, ഇനിയർ ഡിറ്റക്ഷനും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളെല്ലാം നമുക്ക് ആപ്പ് ത്രൂ ചെയ്യാൻ പറ്റും. ഓവറോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് എടുത്താൽ നഷ്ടമാകുമെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു മ്യൂസിക് ലവർ ആണെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ സീരീസുകൾ എടുക്കാൻ നോക്കണം. ഈ ബോട്ടിൻ്റെ നിർവാണ സീരീസുകളായിരിക്കും കുറച്ചും കൂടെ മ്യൂസിക് ലവേഴ്സിന് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് ബാസാണ് മുൻതൂക്കം, ബാസ് മതി എന്നൊക്കെ പറഞ്ഞാൽ ബോട്ടിൻ്റെ ഇഷ്ടം പോലെ പ്രൊഡക്ട്സുകൾ കിടപ്പുണ്ട്. പക്ഷേ ഈ നിർവാണ സീരീസ് അവർ കുറച്ച് ക്വാളിറ്റി വയ്ക്കും, കുറച്ച് ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് അവർ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിനു മുമ്പ് ഇറക്കിയ നിർവാണ അയോൺ ആണെങ്കിലും അതുപോലെ തന്നെ ഒരു നെക്ക് ബാൻഡ് ഇറക്കിയായിരുന്നു, ഡോൾബി പവേർഡ് വന്നിട്ടുള്ള ഫസ്റ്റ് നെക്ക് ബാൻഡ് ഇറക്കിയായിരുന്ന എല്ലാം അത്യാവശ്യം കൊള്ളാവുന്ന സാധനമാണ്. പിന്നെ അങ്ങനെ ഇവർ നിർവാണ സീരീസ് കുറച്ച് പ്രീമിയം ലെവലിലാണ് ഇറക്കുന്നത്, അതുകൊണ്ട് ഒരു കുറച്ച് പ്രൈസും എന്തായാലും ഇതിന് കൂടും. ഗൈസ്, ഇത്രയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു 4000 രൂപ കൊടുത്ത് ഈ ഒരു ബഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരും. കാരണം ഈ ഡിസൈനൊക്കെ അത്യാവശ്യം കൊള്ളാം. നമുക്ക് ചെവിയിലൊക്കെ വെക്കുമ്പോൾ ഒരു ആൾക്കാരൊക്കെ ഒന്ന് നോക്കുന്ന ഒരു ഡിസൈനാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഡിസൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഈ ഒരു ബഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ സ്പെക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡീസൻ്റ് ആണ്, അത്യാവശ്യം കൊള്ളാം. പിന്നെ എൻ്റെ കയ്യിൽ ഈ ബഡില്ലാത്തതുകൊണ്ട് എനിക്ക് സൗണ്ട് ചെക്കും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്പെക്ക് വൈസ് ഇത് കിടിലനാണ്. 4000 രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ വെർത്ത് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പം റീസെൻ്റ്ലി പുറത്തിറക്കിയ മോട്ടറോളയുടെ ഒരു ബഡ് വരുന്നുണ്ട്, പിന്നെ റിയൽമി ബഡ് എയർ 6 വരുന്നുണ്ട്. അടുത്തൊരു വീഡിയോ എൻ്റെ അതാണ് റിയൽമി ബഡ് എയർ 6. അതും ഏകദേശം ഇതിനെക്കാട്ടിൽ 1000 രൂപയും കൂടെ കുറവാണ്, 3000 രൂപയാണ്. അപ്പം അതും ഇതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഗൈസ്, ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതേപോലെ നല്ല നല്ല വീഡിയോസുകൾ വരുന്നതായിരിക്കും ചാനലിൽ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.